Morning Anla, morning viewers. Yes. സർ ആദ്യം തന്നെ നമുക്ക് പതിവ് പോലെ US മാർക്കറ്റിലേക്ക് പോകാം. US മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് തുടർച്ചയായിട്ട് പ്രത്യേകിച്ചും ഫെഡറൽ ഗവൺമെന്റ് കടം ക്രമാതീതമായിട്ട് ഉയരുന്നു എന്നൊരു അത്തരത്തിലൊരു ഭയത്തെ തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇടിവിലേക്ക് വിപണി നീങ്ങിയിരുന്നത്. ഇന്നലെ ഒരു 30-year ബോണ്ടിന്റെ ഒരു കേസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഈ 2023 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്നൊരു നിലയിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ബട്ട് സ്റ്റിൽ കഴിഞ്ഞ ദിവസത്തെയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു വലിയ തോതിൽ ഇടിവിലേക്ക് പോകാതെ കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റിഷ് ടോണിൽ നിലനിൽക്കാനായിട്ട് പ്രധാനപ്പെട്ട US സൂചികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്തൊക്കെയാണ്? അല്ല, ഞാൻ അമേരിക്കൻ വിപണി ഇന്ത്യൻ വിപണിയൊക്കെ നോക്കുമ്പോഴേക്കും ഞാൻ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് മെത്തേഡിലായി മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് April 7 ആയിരുന്നു അതിന്റെ ഒരു മേജർ ബോട്ടം. 36,611 പോയിന്റിലായിരുന്നു അതിന്റെ മേജർ ബോട്ടം. അതിനുശേഷം തുടർച്ചയായിട്ട് ഓൾമോസ്റ്റ് ഒരു 5 ആഴ്ചകളോളം നമുക്ക് വലിയൊരു നേട്ടമായിരുന്നു ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിച്ചത്. ആൻഡ് ഈ മാസം 19 തീയതി 42,842 നമുക്ക് ആ മേജർ ടോപ്പ് നമുക്ക് നൽകിയത്. ഞാൻ ഇതേ ഫോറത്തിൽ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 42,400 മുതൽ 42,800 വരെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ റെസിസ്റ്റൻസ് റേഞ്ചിലാണ് നമുക്ക് പ്രോഫിറ്റ് ടേക്കിങ്ങും കറക്ഷനും കാണാൻ സാധിക്കുന്നത്. ഈ ദിസ് കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് വളരെ ഹെൽത്തി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആൻഡ് എനിക്ക് അമേരിക്കൻ വിപണിയുടെ അണ്ടർടോണിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയുടെ കടം, ട്രംപിന്റെ ടാരിഫ് നയം, ഇതുപോലെ വാർത്തകളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ആ സമയമൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് ചാർട്ട് തന്നെ ആയിരിക്കണം. ചാർട്ട് നമ്മളെടുക്കുക എന്താണോ ആക്ഷൻ എടുക്കാൻ പറയുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ 41,600 പോയിന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സപ്പോർട്ടായിട്ട് കാണുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത 2-3 സെഷൻസിൽ ആ സപ്പോർട്ട് നിലനിൽക്കുമെന്ന്. ഇനി അഥവാ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് അതിനേക്കാൾ വളരെ അതിശക്തമായിട്ടൊരു സപ്പോർട്ട് 40,800 പോയിന്റിൽ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. At the same time, നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഇറ്റ് ഇസ് 40,800. Now നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും വളരെ സിമിലർ പാറ്റേൺ ആണ് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 21,600. ഇന്നലത്തെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ടെസ്ല, മെറ്റ, ആമസോൺ മുതലായ ടെക് ഭീമന്മാരിലൊക്കെ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് അമേരിക്കൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം കമോഡിറ്റി മാർക്കറ്റിലെ കൂടി വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ക്രൂഡിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും പൊതുവേ ഒരു ഫ്ലാറ്റിഷ് ആയിട്ടൊരു ടോണിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെന്റ് ക്രൂഡ് 63.575 എന്ന നിലയിലും WTI ക്രൂഡ് ആകട്ടെ 60.77 എന്ന നിലയിലുമാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. WTI സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ഏർലി അവേഴ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ലേറ്റ് നൈറ്റ് അവേഴ്സിലെ ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഹെവി ആയിട്ടൊരു സെല്ലിംഗ് നടന്നതായിട്ടാണ് കാണുന്നത്. പിന്നീട് അവിടെ നിന്ന് നേരിയ ഒരു ബൗൺസ് ബാക്കും ഇപ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റുമാണ് കാണുന്നത്. ഇന്നിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം US-ഉം അതിനോടൊപ്പം തന്നെ ഇറാനും തമ്മിലുള്ള ഒരു ചർച്ച റോമിൽ നടക്കുന്നു എന്നടക്കമുള്ള അപ്ഡേഷൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ക്രൂഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ട് കാണുന്നത്. ക്രൂഡിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ കാണുന്നത് $67 ലെവലിലാണ്. ദിസ് ഇസ് ഇൻ ദ കേസ് ഓഫ് ബ്രെന്റ് ക്രൂഡ്. ബ്രെന്റ് ക്രൂഡിന് $67 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $63 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേമിൽ നമുക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കാം. യെസ് സർ. അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി എത്തുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ പൊതുവെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് ഇന്നലെ നൈറ്റ് മുതൽ ഇപ്പോൾ വരെയുള്ളൊരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കാണുന്നത്. നിലവിൽ ട്രോയ് ഔൺസിന് $3,298.38 എന്നൊരു നിലയിലാണ് സ്വർണ്ണത്തിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഗോൾഡിൽ ഇനി മുന്നേറ്റേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസ് ഏതൊക്കെയായിരിക്കും? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ആൻഡ് സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,268 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബെയറിഷായി മാറും. ഇന്നത്തെ മാർക്കറ്റിലെ ലോ റിസ്കിൽ ഒരു ട്രേഡിംഗ് ഹൗസിലും
സ്വർണത്തിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നില്ല. യെസ് സർ. അതിനോടൊപ്പം തന്നെ ആഭ്യന്തര വിപണിയിലേക്ക് കൂടി എത്തുകയാണ്. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോൾ ഇന്നലെ വളരെ ചോപ്പിയായിട്ടൊരു സെഷനായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 24,700 എന്നൊരു ലെവലും കൈവിട്ടുകൊണ്ട് 24,609.7 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡേ ലോ നോക്കുമ്പോഴേക്കും 24,462.4 എന്നൊരു നിലയാണ്. എനിക്ക് തോന്നുന്നു താങ്കൾ ഇതേ ഫോർത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ വിപണിയെ സംബന്ധിച്ച് അല്പം ഓവർ സ്ട്രെച്ച്ഡ് ഒരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ ആവശ്യമാണെന്നടക്കമുള്ളൊരു അപ്ഡേഷൻ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നിഫ്റ്റി 50 ഈ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു ഹെൽത്തി കറക്ഷൻ ആണോ അതോ ഒരു ട്രെൻഡ് റിവേഴ്സിലുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് എ ഹെൽത്തി കറക്ഷൻ. ആൻഡ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത പ്രോഫിറ്റ് ടേക്കിംഗ് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 കഴിഞ്ഞ 3 ദിവസത്തെ കറക്ഷന് ശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവലിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് 24,350. സോ അടുത്ത 2 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിഫ്റ്റി 50ക്ക് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി ലോ റിസ്ക് ബൈങ് അവസരങ്ങൾ മാർക്കറ്റിൽ വീണ്ടും ലഭ്യമാകും. യെസ് സർ. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുക. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഒരു പക്ഷേ നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം ഇടിവിന്റെ തോത് കുറവായിരുന്നു എന്ന് തന്നെ കാണാം. മാത്രമല്ല സെക്ടറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും അവസാന നിമിഷത്തിൽ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്നതായിട്ടാണ് കാണുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ 54,941.3 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ബാങ്കിൽ ഇനി മുന്നോട്ടേക്ക് താങ്കളുടെ ഒരു ഫോക്കസിലുള്ള ലെവലുകൾ ഏതൊക്കെ ആയിരിക്കും? പ്രധാനമായിട്ടും ഈ ഒരു ട്രെൻഡിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുളിഷ്. ലോങ് ടേം ട്രെൻഡ് വളരെ ബുളിഷ് ആയി തന്നെ തുടരുന്നു. ഷോർട്ട് ടേമിൽ നമുക്ക് ഏപ്രിൽ 23 ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഒരു കൺസോൾട്ടേഷൻ അവസാനിച്ചു അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുതിയൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ 55,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വീണ്ടും നമുക്ക് ഒരു ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ് സർ. അപ്പോൾ തന്നെ നിഫ്റ്റി ബാങ്കിൽ നിന്നുള്ള SBIയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കാരണം SBI സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 785.25 എന്ന നിലയിൽ. നിഫ്റ്റി ബാങ്കിൽ കണ്ടതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയപ്പോഴേക്കും ഒരു വളരെ ശക്തമായിട്ടുള്ളൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട്. SBI ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ച് നമുക്ക് കഴിഞ്ഞ ഒരു 5-6 ആഴ്ചകളായിട്ട് അണ്ടർ പെർഫോമൻസ് ആയിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു നല്ല ബുളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നും തിങ്കളാഴ്ചയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 805. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലെ ഈ സ്റ്റോക്കിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. യെസ് സർ. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അദാനിയുടെ അവരുടെ ടോട്ടൽ ആ ഒരു എൻറ്റിറ്റിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ലിസ്റ്റഡ് സ്പേസിലുള്ള കമ്പനികളുടെയും ഒരു റിസൾട്ട് അടക്കമുള്ള ഒരു 2025 FIയുടെ ഒരു റിസൾട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പൊതുവെ ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു എന്നാണ് നമ്പേഴ്സ് സൂചിപ്പിച്ചിരിക്കുന്നത്. അവരുടെ അറ്റാദായത്തിലടക്കം ഏകദേശം ഒരു 8%-ലധികം ഒരു വളർച്ച, ഏകദേശം റവന്യൂവിൽ ഏകദേശം ഒരു 8% ഒരു വാർഷിക വളർച്ച റിപ്പോർട്ട് ചെയ്തതായിട്ടും കാണുന്നുണ്ട്. പൊതുവെ ലിസ്റ്റഡ് സ്പേസിലുള്ള അദാനി ഗ്രൂപ്പിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളാണ് മികച്ച പ്രകടനം കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൽ പൊതുവെയുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഒപ്പം തന്നെ ഈ ഒരു സെക്ടറിൽ അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിൽ താങ്കളുടെ ഫോക്കസിൽ ഏതെങ്കിലും ഓഹരികളുണ്ടോ? അല്ല, ഓൾമോസ്റ്റ് ഏത് അദാനി സ്റ്റോക്ക് എടുത്താലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കൺസോൾട്ടേഷൻ ഫേസിലോട്ട് അദാനി സ്റ്റോക്സിന് മേജർ സ്റ്റോക്സ് എല്ലാം നീങ്ങിയിരിക്കുന്നത്. അപ്പൊ അദാനി എനർജി സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് 840 കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വളരെ മേജർ റെസിസ്റ്റൻസ് 900 രൂപയിലും 940 കാണുന്നുണ്ട്. അദാനി എനർജി സൊല്യൂഷൻസിൽ നമുക്കൊരു ബൈ ട്രിഗറിന് വേണ്ടി നമ്മൾ 900 and 940 ഈ 2 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. അദാനി എന്റർപ്രൈസസിന്റെ കേസിലും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈയിങ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്.
അഡാനി എന്റർപ്രൈസസിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 2530 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ചുരുങ്ങിയത് 300 മുതൽ 400 രൂപയുടെ നേട്ടം നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ 680 രൂപ മേജർ റെസിസ്റ്റൻസ്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 100 മുതൽ 150 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. ഒപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് എത്തുമ്പോഴേക്കും PB ഫിൻടെക് അഥവാ പോളിസി ബസാറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്നലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലും മറ്റെല്ലാ സെക്ടേഴ്സിലും വളരെ ശക്തമായിട്ടൊരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ പോലും 2% ഒരു നേട്ടത്തിലാണ് PB ഫിൻടെക് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ ഒരു ട്രേഡിംഗ് പേ മെയ് 21 തീയതിയിലത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും 4% ഒരു മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് മാർക്കറ്റ് പൊതുവെ ഒരു കറക്ഷൻ മോഡിലേക്ക് പോയപ്പോൾ പോലും പോളിസി ബസാർ ഓഹരികൾ വളരെ റെസിലിയന്റ് ആയിട്ട് നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. പോളിസി ബസാർ ഓഹരികളുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? പോളിസി ബസാറിന്റെ കേസിൽ നമുക്ക് ഫെബ്രുവരി മാസം മുതൽ നോക്കുമ്പോൾ 1300 രൂപയായിരുന്നു അതിന്റെ ഒരു മേജർ ബോട്ടം. അവിടെ നിന്നും വളരെ ഗ്രാജുവൽ ആയിട്ട് വളരെ സൈലന്റ് ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് ബൈയിങ് ഇൻട്രസ്റ്റ് ശേഖരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള ഒരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 1790 രൂപ. ആ റെസിസ്റ്റൻസിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ we will get a confirmed bullish breakout. അതിനോടൊപ്പം തന്നെ RVNL-മായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം RVNL സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഗൈഡൻസിന് അവർ നൽകിയിരുന്ന ഗൈഡൻസിനെ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നതടക്കമുള്ള അപ്ഡേഷൻസിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഓഹരികളിലേക്ക് കടക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ടൊരു ഇടിവിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. 1.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാത്രമല്ല, ഈ ഒരു വീക്ക് ആരംഭിച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ട് വരുന്ന ഒരു ഓഹരി കൂടിയാണ് RVNL. ഒരു വ്യൂ എന്താണ്? അല്ല, വീണ്ടും ഞാൻ ഈ RVNL കണ്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ 3 ദിവസത്തെ ഇടിവിൽ ഞാൻ ഒരു ക്രാഷ് ഒന്നും വിലയിരുത്തത്തില്ല. ഇറ്റ്സ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. ഇതിന്റെ പ്രധാന കാരണം നമ്മൾ ഈ മാസം, അതായത് മെയ് 9 തീയതിയായിരുന്നു മേജർ ബോട്ടം നമുക്ക് 317 രൂപയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഒരു കറക്ഷൻ പോലും ഇല്ലാതെ പെട്ടെന്ന് ഈ സ്റ്റോക്ക് കുതിച്ച് 449 രൂപ വരെ ഉയർന്നിരുന്നു. സോ നാച്ചുറലി കഴിഞ്ഞ 3 ദിവസത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ലെവൽ ആദ്യത്തെ 380, അതിനുശേഷം 370. ഈ 2 സപ്പോർട്ട് ലെവൽ നിലനിൽക്കുമെന്ന എന്റെ വിശ്വാസം. ആൻഡ് അങ്ങനെ നമുക്കൊരു കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ബൈങ് അവസരം കിട്ടും. ആൻഡ് സിൻസ് യു ആസ്ക് മീ അബൌട്ട് RVNL, നമ്മൾ മറ്റ് പല റെയിൽവേ സ്റ്റോക്സ് നോക്കുമ്പോഴും സിമിലർ സെറ്റപ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റെയിൽ ടെലിന്റെ കേസിൽ എനിക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. IRCTCയുടെ കേസിൽ ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. IRFCയുടെ കേസിൽ ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇർക്കോണിന്റെ കേസിലും ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ഏതായാലും താങ്കൾ ഇർക്കോനെ കുറിച്ച് സൂചിപ്പിച്ചത് കൊണ്ട് തന്നെ ഇർക്കോണിലേക്ക് തന്നെയാണ് എത്തുന്നത്. കാരണം ഇർക്കോനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഒരു 2% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തിരുന്നു എങ്കിൽ പോലും മെയ് 12 മുതൽ ഇങ്ങോട്ടേക്കുള്ള ഒരു ചാർട്ട് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു ഓഹരിയായിട്ടാണ് ഇർക്കോണിനെ കാണുന്നത്. ഇർക്കോണിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ഇർക്കോണിന്റെ കേസിൽ എനിക്ക് മേജർ ബുള്ളിഷ് ട്രിഗർ ഇപ്പൊ കാണാൻ സാധിക്കുന്നത് 192 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 200 രൂപ. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 210, 218, 225, 240. അതിനോട് തന്നെ അനുബന്ധപ്പെട്ട മറ്റൊരു ഓഹരിയാണ് ജുപ്പിറ്റർ വാഗൺസ്. ജുപ്പിറ്റർ വാഗൺസും ഇന്നലെ ഒരു പക്ഷേ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ഇടിവിലേക്ക് പോയപ്പോൾ ഒരു ഫ്ലാറ്റ് സ്റ്റോണിൽ നിലനിന്ന ഒരു പോസിറ്റീവ് സ്റ്റോൺ നിലനിന്ന ഒരു ഓഹരിയായിട്ടാണ് കാണുന്നത്. 0.29% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജുപ്പിറ്റർ വാഗൺസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജുപ്പിറ്റർ വാഗൺസിന്റെ കേസിലും നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും എന്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സോ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ 408 രൂപ. 408 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 416, 448, 460, 480.
യെസ് സർ. അതിനോടൊപ്പം തന്നെ ടെക്സ്മാക്കോ റെയിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കാരണം ടെക്സ്മാക്കോയെ സംബന്ധിച്ചിട്ട് ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 16-ാം തീയതി മുതൽ ഇങ്ങോട്ടേക്ക് വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിൽ 157.04 എന്നൊരു നിലയിലാണ്. ടെക്സ്മാക്കോ റെയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെക്സ് റെയിലിന്റെ കേസിലും നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. ആൻഡ് ടെക്സ് റെയിലിന്റെ കേസിൽ ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 164 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല 174, 184, 194. അടുത്തതായിട്ട് ടാറ്റ ടെക്കുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒരുപക്ഷെ ലിസ്റ്റിംഗിന് ശേഷം നിക്ഷേപകരെ പാടെ നിരാശപ്പെടുത്തുന്ന തരത്തിലൊരു പ്രകടനം നടത്തിയ ഒരു ഓഹരി കൂടിയായിരുന്നു ടാറ്റ ടെക് എന്ന് പറയുന്നത്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ 0.85% മുന്നേറ്റം, അതായത് IT ഇൻഡെക്സ് അടക്കം ഒരു ഇടിവിലേക്ക് പോയപ്പോൾ പോലും 0.8% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ടാറ്റ ടെക്കിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ടാറ്റ ടെക് ഏപ്രിൽ മാസത്തിൽ നമുക്കൊരു കൺഫേംഡ് ബോട്ടം നൽകിയതിനു ശേഷം നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. കറന്റ് ലെവൽസിൽ നമുക്ക് ഇതിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇതിൽ അടുത്തൊരു മേജർ റെസിസ്റ്റൻസ് കാണുന്ന 810, 820, 845, അതിനുശേഷം 900 രൂപ. അതിനോടൊപ്പം തന്നെ നാൽക്കോയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നാൽക്കോയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 4 മില്യൺ ടൺ കോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് കമ്പനി ഇടുന്നതെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ഒരു പ്രകടനത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം 1.5% ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നാൽക്കോയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷുമായിട്ടാണ് കാണുന്നത്. ബട്ട് ഏപ്രിൽ മാസത്തിന് ശേഷം നമുക്ക് നല്ല നേട്ടമായി സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ആ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കുകയോ ഇല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. ഒരു ഘട്ടത്തിൽ ഏറ്റവും അധികം നിക്ഷേപകരുടെ ഒരു പോർട്ട്ഫോളിയോയിലേക്ക് ഇടം പിടിച്ചൊരു സെക്ടർ ആയിരുന്നു റീന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. അതിൽ തന്നെയും NTPC ഗ്രീനുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. NTPC ഇന്നലെ 5.5% ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അത് ഗ്യാപ്പ് അപ്പ് ഫില്ല് ചെയ്യാതെ തന്നെ ആ ഒരു ഹൈ ലെവൽസ് നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NTPC ഗ്രീനിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പറഞ്ഞത് വളരെ ശരിയായിരുന്നു. NTPC ഇന്നലെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിരുന്നു. ആൻഡ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ തന്നെയായിരുന്നു നിങ്ങൾ ക്ലോസിംഗ് നടത്തിയത്. സോ ദിസ് ഇസ് എ കൺഫർമേഷൻ ഓഫ് എ ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ്. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ആ കറന്റ് ലെവൽസിൽ അല്ലെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 120 രൂപ. 120 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 128, 140, 155. യെസ് സർ. ഒപ്പം തന്നെ ഡിഫൻസ് സെക്ടർ എന്നുള്ള ഒരു ഓഹരിയാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റം സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും അതിനോടൊപ്പം തന്നെ മിനിങ്ങാനത്തെ ഒരു ട്രേഡിംഗും പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നലെ 3%-ലധികം നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ 21-ാം തീയതി 8% ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോളോ മൈക്രോ സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സോ അപ്പോളോ മൈക്രോ സിസ്റ്റം ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഒരേ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഇതിലൊരു ലിക്വിഡിറ്റി ഇല്ല. എങ്കിലും ഈ സ്റ്റോക്ക് ഇസ് അബൌട്ട് ടു ടെസ്റ്റ് ഇറ്റ്സ് ഓൾ ടൈം ഹൈ. നിലവിലുള്ള ഓൾ ടൈം ഹൈ അറൌണ്ട് 160, 162 ഈ ഒരു റേഞ്ചിലാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ് സർ. അടുത്തതായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 1.39% ഒരു ഇടിവിലായിരുന്നു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 16 ശേഷം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ നേരിയ തോതിലുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെന്റ് ആണ് കാണുന്നത്. റിലയൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്.
റിലയൻസിന്റെ ട്രേഡിംഗ് പാറ്റേൺ ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോഴേക്കും ഇറ്റ് ഇസ് എ മിറർ ഇമേജ് ഓഫ് ദ നിഫ്റ്റി 50. സോ നിഫ്റ്റി 50 കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമുക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിലും അതേ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ മേജർ സപ്പോർട്ട് 1370 രൂപയിലാണ് കാണുന്നത്. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരും. കറന്റ് ലെവൽസിലെ ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നുണ്ട്. സർ, അടുത്തതായിട്ട് ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു ലോ ടോണിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഒരു വീക്കിൽ കമ്പനിയുടെ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മികച്ച ഒരു നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചതായിട്ടാണ് കാണുന്നത്. ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗുജറാത്ത് ഗ്യാസ് ഇസ് അഗൈൻ എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്ക് നമുക്ക് മാർച്ച് മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ 2 ദിവസം മുൻപുള്ള ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സ്റ്റോക്ക് ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള 495, 500 ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇനി നമുക്ക് അതിശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദറ്റ് ലോങ് പൊസിഷൻ. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 450 ആയിരിക്കണം. പുതിയ ലോങ് പൊസിഷൻസ് ഇന്നത്തെ ട്രേഡിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. സർ, അടുത്തതായിട്ട് സോഫ്റ്റ്വെയർ മേഖലയിൽ നിന്നുള്ള സൊനാറ്റ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരി കഴിഞ്ഞ ദിവസം 1% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു. 16-ാം തീയതിയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോൾ സൈഡ് വേസ് പാറ്റേൺ ആണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ പുതിയൊരു ഹബ്ബ് ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ്. ഏകദേശം 5000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഹബ്ബ് ഓപ്പൺ ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതടക്കമുള്ള അപ്ഡേഷൻസ് എത്തുന്നുണ്ട്. സൊനാറ്റ സോഫ്റ്റ്വെയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So Sonata വീണ്ടും ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഈ സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ 286 ഒരു ബോട്ടം നൽകിയതിനു ശേഷം ഇത് ബൈയിങ് ഇൻട്രസ്റ്റ് അട്രാക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 10 ദിവസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ബുള്ളിഷ് അസറ്റ് ഇപ്പോൾ ഫോം ആയിട്ടുണ്ട്. അടുത്ത 2-3 സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 420 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 460, 520 കാണുന്നത്. 520 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. സർ, ഇതിലും താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് ഇന്നലെ മറ്റെല്ലാ സെക്ടേഴ്സ് ഇടിവിലേക്ക് പോയപ്പോഴും റെസീലിയന്റ് ആയിട്ട് നിലനിന്നിരുന്നത് മീഡിയ ആയിരുന്നു. താങ്കൾ മീഡിയ അത്ര ഫോളോ ചെയ്യാറില്ല. എന്നിരുന്നാൽ പോലും സീൽ ഓഹരികൾ പ്രത്യേക ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 2.5% നേട്ടം നൽകിക്കൊണ്ടാണ് ഇന്നലെ സി എന്റർടൈൻമെന്റ്സിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സി എന്റർടൈൻമെന്റ്സിലുള്ള ഒരു വ്യൂ എന്താണ്? സിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. സോ ഫ്രം എ ഷോർട്ട് ടേം ട്രേഡിംഗ് പെർസ്പെക്റ്റീവ് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 133. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 2 റെസിസ്റ്റൻസ് 138, 142 ആയിരിക്കും. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഏതായാലും പ്രദീപ് സാറുമായിട്ടൊരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന അഡ്വൈസുകളൊന്നും തന്നെ ഒരു റെക്കമെൻഡേഷൻസോ അല്ലെങ്കിൽ ഒരു ബയോ സെല്ലോ കോളോ ഒന്നും തന്നെയല്ല. തീർത്തും പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസ് തേടിയതിനു ശേഷം സ്വന്തമായി പഠനങ്ങൾക്ക് നടത്തിയതിനു ശേഷം മാത്രം നടത്തുക. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സും മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീൻ ഉടൻ ആരംഭിക്കുന്നതാണ്. അതുവരെ സ്റ്റേ ട്യൂൺഡ്.